പണി ഏകദേശം കഴിഞ്ഞു. ഇനി വോട്ടർമാരെ എന്താ പറയാ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യാം. ക്ലൈമറ്റ് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ്, എന്ത് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും നമ്മൾ പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടിരിക്കും. പുഴ നിറഞ്ഞൊഴുകിയാൽ ബോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കറിലെ വോട്ടർമാരെ കൊണ്ടുവരാൻ. എത്ര ശതമാനം പോളിംഗ് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 78 വരെ പോവാം, മാക്സിമം. പിന്നെ മഴക്കനുസരിച്ച് 70 to 78%. 70 താഴാൻ സാധ്യത വളരെ കുറവാണ്. അമരമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെ LDF-ന് കഴിഞ്ഞ പ്രാവശ്യം 1000-ന് മുകളിൽ ലീഡുള്ള പഞ്ചായത്താണ്. ഇവിടെയൊക്കെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അതൊക്കെ PVN റോട്ടിൽ കൂടെ തെണ്ടിണ്ടാക്കിയ വോട്ടാണ്, മനസ്സിലായില്ലേ? ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ CPM-ന് 4 സീറ്റാണ്ടായിരുന്നു. ഇന്ന് 18 സീറ്റാണ്. 9000 വീട് മുനിസിപ്പാലിറ്റിയിൽ കാൽനടയായി കയറി ആളുകളോട് വോട്ട് വെച്ചിട്ട് കിട്ടിയ വോട്ടാണ്. അൻവർ പോയിട്ട് രോമം പോയില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഇവിടുത്തെ സഖാക്കളത് അത് പ്രതികരിക്കും. സംസ്ഥാനത്ത് ഇരുന്നിട്ടല്ല അത് പറയേണ്ടത്. ഇവിടെ ഓരോ പഞ്ചായത്ത്, ഞാൻ വരുമ്പോൾ എത്ര പഞ്ചായത്തല്ലേ? ഞാൻ വരുന്ന സമയത്ത് എന്താ 1 or 2 പഞ്ചായത്താണ്, ഒരു പഞ്ചായത്ത് എന്താണ്. ബാക്കി മുഴുവൻ കഠിനാധ്വാനം നടത്തിയിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ ആയുസ് ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആ പാർട്ടി ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത്. 100%. സാധാരണ CPM-ന്റെ കേഡർ വോട്ടുകളൊന്നും വിളകില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ചിത്രമാണ്. പക്ഷെ PVN പറയുന്നു കേഡർ വോട്ടുകൾ പോലും വിള്ളൽ വീഴുന്നുണ്ട്. അത്രത്തോളം സാധ്യമാണ്. കേഡർ വോട്ട് ഇല്ലായിരുന്നെങ്കിൽ അവർ കേഡർ വോട്ട് എവിടെയും പോലെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസം പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 29,000 വോട്ടല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി വോട്ടുകളെ പോയി പിന്നെന്താ 60,000 വോട്ടിന് കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അതിൻ്റെ താഴെയാണ്. പിന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ട് അടുക്കളയിൽ ചന്തി ഞെരങ്ങാണ്. അത് ചിലപ്പോൾ 2000-3000 കൂടി കിട്ടും. അതാ 35,000-ന് മേലെ പോകില്ല എന്ന് ഞാൻ പറയുന്നത്. അതും ജനം പരിഗണിക്കുമെന്ന സംശയത്തിലാണ് അപ്പം നിൽക്കുന്നത്. ആരാണ് കെയർ ചെയ്യുന്നത്? ഒരാളെ കെയർ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച. അല്ല, അപ്പോഴും അങ്ങാടിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആളുകൾ എത്തുമ്പോൾ അത് ഒരു കരുത്ത് കാണിക്കലായിട്ട് തൃണമൂലിനോ അല്ലെങ്കിൽ PVN പ്രവർത്തകർക്കും സാധിക്കില്ലായിരുന്നോ? ആ കരുത്ത് കാണിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണല്ലോ ഇത് 2 സ്പ്ലിറ്റാക്കിയത്. ചരിത്രത്തിൽ എവിടെയെങ്കിലും കുട്ടിക്കലാശ അസംബ്ലിയിൽ സ്പ്ലിറ്റാക്കിയിട്ടുണ്ടോ? 10,000-ഓളം സ്ത്രീകളെന്ന് ഇറങ്ങുന്നു. 10,000-ഓളം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ? ആവറേജ് ഒരു പഞ്ചായത്തിൽ 1000 തൊട്ട് 1500 വരെ സ്ത്രീകൾ ഇറങ്ങാൻ നിന്നതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ജനപങ്കാളിത്തം ഉണ്ടാകാൻ പോയത്. അതിനിപ്പോൾ ആരാ വെച്ചാൽ എന്താ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി ഇത്ര വലിയ ആൾ കൂടുന്നു, അപ്പം സ്പ്ലിറ്റാക്കി. അപ്പോൾ പിണറായിനൊക്കെ അത്ര വിളവിൽ ചെറിയ വിളവ് എനിക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ സീറ്റിൽ പോകാനാണ്. നമ്മൾ കൊട്ടിക്കലാശം കൊട്ടിത്തുടക്കം കലാശമല്ല 23-ാം തീയതി ഉണ്ടാവും. വലിയ ശക്തിപ്രകടനം നടത്തുമ്പോൾ ആ ശക്തിപ്രകടനಕ್ಕೆ വോട്ടായി മാറുമല്ലോ സ്വാഭാവികം. അത്ര വിഡ്ഢികളൊന്നുമല്ല നിലവിലെ വോട്ടർമാർ. കേരളത്തിൽ മുഴുവൻ ആളുകളുണ്ട്, ഈ കടയിലെ മുഴുവൻ ആളുണ്ട്. അവരെ കണ്ട് വോട്ട് ചെയ്യാൻ നിൽക്കുക ജനം. അത്ര വിവരക്കേട് നിങ്ങൾ പറയരുത്. നിലമ്പൂരിലെ ജനന്മാർക്ക് അത്രയും എന്താ പറയുക കോമൺ സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുമോ? ഇതെന്റെ കുടുംബം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ. എന്റെ കുടുംബത്തിൽ ബുദ്ധിശൂന്യമായ ആളുകളാണെന്ന് പറഞ്ഞാൽ